മുടി വെട്ടാൻ പോവാ. ബാബാ മുടി വെട്ടാൻ പോവാം. ബാ എളുപ്പാ. ഞാന് പൈസയോ? എവിടെ പോവാ? നിന്റെ മുടി വെട്ടാൻ പോവാ. മുടി വെട്ടും. അപ്പതേ ഞങ്ങളൊന്ന് പോയി മുടി വെട്ടിയിട്ട് വരാം കേട്ടോ. എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നേ, ചേച്ചി അപ്പാച്ചിക്കട്ട് ചെയ്യുമോ എന്നൊക്കെ. ഇതെന്താ അപ്പാച്ചിക്കട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഏത് കെട്ടാണെന്നും എന്നോടൊന്നും ചോദിക്കരുത്. ചെറുക്കൻ്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്ന് അവൻ ഭയങ്കര കൂളായിട്ടിരിക്കുന്നായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ആ പുള്ളിക്കാരനെ കണ്ടത് അവൻ കാറിക്കൊണ്ട് ഇറങ്ങി ഓടി. ദൈവത്തിനറിയാം എന്താ പറ്റിയെന്ന്. കുറേ പണിപ്പെട്ട് കേട്ടോ അവനെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പുള്ളിക്കാരൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ആ മാസ്ക് ഒന്ന് എടുത്ത് മാറ്റാൻ. അങ്ങനെ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ ഒരു വിധത്തിൽ കുറേ കാർട്ടൂണിൻ്റെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആൾ പതിയെ ഒന്ന് സെറ്റായി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് അപ്പാച്ചിയാണോ അമ്മച്ചിയാണോ ഒന്നും എനിക്കറിയില്ല. ആ ചേട്ടൻ എന്തൊക്കെയോ രീതിയിൽ കട്ട് ചെയ്തു. ഞാനും പറഞ്ഞു ആ ശരി. ബാക്കിൽ നിന്ന് കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് അതാട്ടോ ശരിയാക്കിയത്, വേറെ ഒന്നുമില്ല. അപ്പം കട്ട് ചെയ്യാൻ പറഞ്ഞ ആൾക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചേട്ടാ ഉദ്ദേശിച്ചത്? ഇല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ പിന്നെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം കോക്കോമലം വെക്കാൻ എൻ്റെ മൊബൈൽ എടുത്ത്. അങ്ങനെ കോക്കോമലൊക്കെ കണ്ടിട്ടാണ് ചെറുക്കൻ മുടിയൊക്കെ വെട്ടാൻ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ദേ ഇത്രേ ഉള്ളൂ. നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് കൊടുക്ക വെയിറ്റ്. കൊടുത്തോ? കാണിച്ച് മുടി പറ്റിയോ? അങ്ങനെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ കിസയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു എൻ്റെ ഉണ്ണിയപ്പം, മിസ്സായ ഉണ്ണിയപ്പം. അതെ, അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ടാറ്റാ, ബൈ.